ആ ഇത് ചെടി ചാഞ്ഞു പോവല്ലേ? ചെടി ചാഞ്ഞു പോവുക. ഇത് കണ്ടോ? അടിപൊളി. ഇതിനൊരു ഒത കൊടുക്കണം. ഞങ്ങൾ ഇപ്രാവശ്യം പാവല് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ തന്ന ഞങ്ങൾ പറിച്ചതിൻ്റെ. ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ഗാർഡൻ അപ്ഡേറ്റ് ആണ്. ഞങ്ങളുടെ വീടിൻ്റെ പുറകിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ഏകദേശമൊക്കെ വളർന്ന് വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഗാർഡൻ അപ്ഡേറ്റ് ആണ്. പിന്നെ മമ്മിയാണ് ഈ ഗാർഡൻ എല്ലാം നോക്കി പരിപാലിച്ച് എത്രയൊക്കെ ആക്കിയത്. ഞാനിതൊക്കെ കുഴിച്ചു വെക്കാനായിട്ട് ഞാൻ കൂടിയായിരുന്നു. ഇടയ്ക്കൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുമെന്നല്ലാതെ അധികം ഒന്നും ചെയ്തിട്ടില്ല. മമ്മിയാണ് രാവിലെയും വൈകിട്ടും ഇവിടെ ഇറങ്ങി വളം ഇട്ട് കൊടുക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും ഒക്കെ. അപ്പോൾ മമ്മിയോട് നമുക്ക് ചോദിക്കാം ഇതിനകത്ത് എന്തൊക്കെ വളങ്ങളാണ് ചേർത്തിട്ടുള്ളതെന്ന് മമ്മിയോടത്തും ചോദിച്ചു നോക്കാം. അപ്പോൾ ചെറിയൊരു ഗാർഡൻ അപ്ഡേറ്റും പിന്നെ മമ്മിയുടെ കുറച്ച് വളങ്ങളൊക്കെ ഞങ്ങൾ എന്താ ചെയ്തതെന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇവിടെ ക്യാൻബറയിലാണ്, ഓസ്ട്രേലിയയിലെ ക്യാൻബറയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലെ താരതമ്യേന എല്ലായിടത്തെയും കാളിലും കുറച്ച് തണുപ്പ് കൂടുതലാണ്. നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസമാണ് ഇവിടുത്തെ സമ്മർ. അപ്പോൾ ആ സമയം മാത്രമേ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇവിടെ. അല്ലാത്ത സമയമെല്ലാം മിക്ക ദിവസങ്ങളിലും തണുപ്പാണ്. അപ്പം അത്രയും സമയം കൊണ്ടാണ് ഞങ്ങളിപ്പം ഇത്രയാക്കി എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ജനുവരി. അപ്പോൾ ഈ ജനുവരി ഈ സമ്മറിൻ്റെ അവസാന കാലം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഗാർഡനിൽ എന്തൊക്കെയുണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൂസ് പറഞ്ഞു കൊടുത്ത എന്തൊക്കെയാ ഉള്ളതെന്ന്. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇവിടെ വെജി പാച്ചായിട്ട് ഇങ്ങനെ തിരിച്ചേക്കാണ്. പിന്നെ ഇത് ഈ വിത്ത് എടുക്കാറായില്ലേ? ഇത് ഓണിയൻ്റെ ഉള്ളിയുടെ സവോളയുടെ വിത്താ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ അപ്പൂസിന് ബ്ലൂബെറിയും കിട്ടിയോ? അത് വാങ്ങിച്ചു വെച്ച ഇതിൽ നിന്നുള്ളതാ. സവോളയുടെ വിത്ത്. സവാളയുടെ വിത്ത്. ഇതെന്തുവാ അമ്മി? ഇത് ചീരയല്ലേ ഒരു സൈസ്? അറിയത്തില്ല. ഇത് ചീരയാന്ന് പറഞ്ഞിട്ട് അല്ല, ചീര മമ്മി ചീരയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചീരയല്ലെന്ന്. പക്ഷേ ബ്രോക്കോളിയാന്ന് ഞാൻ ഓർത്തെ. പക്ഷെ ഇതൊരു സൈസ് ചീരയാന്ന് തോന്നുന്നു. ഇതിന്റെ ഇലയാ തോരൻ വെക്കുന്നേ. നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. പക്ഷേ ഇത് ഞങ്ങൾ വേറെ ക്യാബേജോ ബ്രോക്കോളിയോ ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് കൊണ്ട് നട്ടതാ. ചീര കിളുത്ത് വന്നപ്പോൾ മമ്മി പറഞ്ഞായിരുന്നു ചീരയാന്ന്. എന്തായാലും ഇനി ഉണ്ടായാലോ എന്ന് വിചാരിച്ച് അത് ചീരയാന്ന് പറഞ്ഞ് ഉപയോഗിച്ചില്ല. ഇനിയിപ്പോൾ എന്തായാലും പറിച്ചു കളയല്ലേ. ഇത് അമ്മി പറഞ്ഞല്ലേ, ഇത് ഒരെണ്ണോടെ ഉണ്ട്. ഇതോടെ പിടിച്ചെടുത്താലോ? ഇത് അടുത്ത വർഷം. അയ്യോ എടാ, അങ്ങനെ ആക്കിയാ വിത്തടാ താഴെ പോന്നേ. ഇത് നമുക്ക് പറിച്ച് ഇത് സവോള. ഇത് നമ്മള് സവോള കൊണ്ട് നട്ടല്ലേ? ഇത് സവോള കൊണ്ട് നട്ടതാ. പിന്നെ നല്ല ഇളക്കമുള്ള മണ്ണില്ലാത്തോണ്ടാന്ന് തോന്നുന്നു. അല്ല, ഇത് നമ്മൾ ആ സമയത്ത് പറിക്കാഞ്ഞിട്ടാ അത് പൂത്തുപോയത്. അവിടെ ഇടപ്പോ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഉണ്ട്. ഇവിടെ ഒരു ഇതെന്തോ സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു വെറൈറ്റി. അതിന് വേറെന്തോ ഒരു പേരുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ബീൻസ്. ഇതായിരുന്നു നട്ട ബീൻസ്. അപ്പോൾ ഇത് അപ്പൂസ് നട്ട ബീൻസാ. അത് അപ്പൂസിൻ്റെ ബീൻസൊക്കെ നന്നായിട്ട് കിളുത്ത് വന്നു. ഞങ്ങളുടെ മറ്റേ ആദ്യം നട്ട ബീൻസൊക്കെ തീർന്നു. അവിടെയായിട്ടൊരു റാസ്ബെറി നിൽപ്പുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചട്ടി അവിടെ വെച്ചിട്ട് അതിൻ്റെ വേരിനകത്തുനിന്ന് ഉണ്ടായതാ. ഇത് അവിടെ ഒരു കുക്കുംബറുണ്ട്. അപ്പൂസ് ഒന്ന് കാണിച്ചു കൊടുത്തേട്ടാ കുക്കുംബർ. ഒരു കുക്കുംബറാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയത്. ഒരു കുക്കുംബറല്ല, ഒരു കുക്കുംബറിൻ്റെ ചെടി. ഈ ഇതിന് പിന്നെ എന്നാ ഇത് മമ്മിയുടെ മാതളം. അത്രേ ആവത്തുള്ളൂ. അതിനകത്തെന്തോ കുത്തിയോ? ഞങ്ങളിപ്രാവശ്യം പാവൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ തന്ന പാവലിൻ്റെ തൈയായത്. അപ്പോൾ അത് നന്നായിട്ട് 2-3 മൂട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഉണ്ടായി തുടങ്ങി. ഒരെണ്ണം ഞങ്ങൾ കുറച്ച് തോരൻ വെച്ചായിരുന്നു. അത്രയുള്ള ഒരെണ്ണം ഉണ്ടോ? ഇതേ ഉണ്ടാവുന്നുണ്ട്. ഇതേ അതിൻ്റെ മേളിൽ കിടക്കുന്നതിന് നല്ല നീളം ഉണ്ടല്ലോ. ഇതിനെന്തോ മമ്മി വളം ചേർത്തേ?
ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്നത്തെ അരി കഴിയ വെള്ളവും പിന്നെ കഞ്ഞിവെള്ളം. മമ്മി അരി കഴിയോ വെള്ളമൊന്നും കളയാറില്ല. ഞാനാണെങ്കിൽ എടുത്ത് ഞാനും ചെയ്യാറുണ്ട്, പക്ഷെ എപ്പോഴും ചെയ്യാറില്ല. കുപ്പിയിലൊക്കെ ഒഴിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനെടുത്ത് കളയും. പക്ഷെ മമ്മി എല്ലാം എടുത്ത് വെച്ചിട്ട് അരി കഴിയ വെള്ളവും കഞ്ഞിവെള്ളവും ഒഴിച്ചു വെച്ചിരുന്നു. അത് പിന്നെ പുളിക്കുമ്പോഴേ ഒരു ദിവസമെങ്കിലും വെച്ചേക്കണം. വെച്ചിരുന്ന് പുളിക്കുമ്പം നല്ല എഫക്റ്റ് കിട്ടും. അവിടെ ഉണ്ട്. അത് ഇത് കണ്ടോ, ഇത് എന്തോ സാധന സെബിന് കൂട്ടുകാരൻ കൊടുത്ത വെള്ളരിയെന്നും പറഞ്ഞുള്ള ഒരു വിത്ത് കൊണ്ട് നട്ടതാ. എന്തു വെച്ച ഇത് എന്തോന്നാ പറഞ്ഞത്? ഇതെന്തോ, ഇത് നാട്ടിലെ കുമ്പളങ്ങ പോലെയല്ലേ ഇരിക്കുന്നേ. എന്തോ നമുക്ക് പച്ചടി വെക്കാൻ കൊള്ളായിരിക്കും. പച്ചടി വെക്കാൻ കൊള്ളായിരിക്കും. നമ്മുടെ ഈ സ്ക്വാഷ് ഒക്കെ പോലെ. എന്തായാലും പിടിച്ചിട്ടുണ്ട്. പയറ് ആയില്ല, പൂത്ത്. ഇത് നീളമുള്ള പയറാ, നീളമുള്ള വള്ളിപ്പയറാ കേട്ടോ. അത് വള്ളിപ്പയറ്. പിന്നെ മമ്മി പോകുമ്പോഴത്തേക്ക് ആവത്തില്ലല്ലോ? ആവത്തില്ല. മമ്മി ഉണ്ടാക്കിയിട്ട് മമ്മിക്ക് തോരൻ വെക്കാനുള്ള എന്തോലും പാവയ്ക്ക പറിക്കാം. പയറ് മാത്രമേ അല്ല, മത്തൻ. മത്തങ്ങ ഉണ്ടായില്ല. മത്തങ്ങ ഒത്തിരി ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതായത് തക്കാളി അവിടെ നിൽക്കുന്നു. പച്ചത്തക്കാളി തോരൻ ഉണ്ടാക്കിയല്ലോ മമ്മി. പച്ചത്തക്കാളി തോരൻ ഇത് കുറച്ച് പറിക്കാം. ഇല്ല, പിന്നെ പറിക്കാം. തോരൻ ഉണ്ടാക്കാം. നല്ല സൂപ്പറാ തോരൻ വെച്ച. തക്കാളി പിന്നെ ഉണ്ട് ഒരു വഴുതനങ്ങ. ഇന്നാള് പറിച്ചതിന്റെ ഇത് ഇതിന്റെ കീഴിലായതുകൊണ്ടേ കണ്ടോ, ഇതിന്റെ ചോലയായപ്പം ഇന്നാള് പറിച്ചത്. പക്ഷെ ഒത്തിരി വലുതായിരുന്നു. കണ്ടില്ല ഞാൻ. എന്തോ അതിനകത്ത് ആ പൂ വരുന്നപ്പോ വരുന്നുണ്ട് അതിനകത്തൊക്കെ. ഇവിടെ ഒരു മാതള നാരങ്ങ, അടുത്ത ഒരു പൂ. അരി കഴിയുന്ന വെള്ളം ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. അതുകൊണ്ട് അപ്പൊ തന്നെ ഒഴിക്കുവാണോ? ഇത് ഇത്തിരി വെള്ളം കൂടെ, പച്ചവെള്ളം കൂടെ കൂട്ടി. അരി ഒഴിയുന്ന വെള്ളം അപ്പൊ തന്നെ അന്ന് തന്നെ ഒഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ വെള്ളം കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അരി ഒഴിയുന്ന വെള്ളം കുഴപ്പമില്ല. പിന്നെ ഒരു ക്യാപ്സിക്കം ഏതാണ്ട് വന്ന് കടിച്ച്. ഇവിടെ നിൽക്കുന്ന ക്യാപ്സിക്കം എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടാകുന്നതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ അധികം ഉണ്ടായില്ല. ഇത് മുളക്, പച്ചമുളക്. പയറ് കണ്ടോ, ഇത് കുറ്റിപ്പയർ. അത് വള്ളി വീശുന്നേ അല്ല, ഇത് സാധാരണ നട്ടത് കുറ്റിപ്പയറായിട്ട് നിൽക്കുകയായിരുന്നു. കുറ്റിപ്പയർ ഇത്രേ ആവത്തുള്ളൂ. ഇത് അതാണ്ട് ഉണ്ട് കുറച്ച് അങ്ങ് കുഞ്ഞൊക്കെ. മുളക് പഴുത്തത് വിത്തിനെടുക്കാം. പിന്നെ ചാഞ്ഞു പോയി. അത് ചെടി ചാഞ്ഞു പോവുക. ഇത് കണ്ടോ, ഇതിനൊരു ഉത കൊടുക്കണം. ഒരു കമ്പെടുത്ത് അതിന്റെ ഒരു കമ്പിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ആ ചെടിക്കകത്ത് എത്ര എണ്ണം ഉണ്ടായി നിൽക്കുന്നത്. അത് അവിടെ കൺജസ്റ്റഡ് ആയിട്ട്. കാന്താരി 5-6 പറിച്ചായിരുന്നു. വന്നോ? കാന്താരി കൊണ്ട് മമ്മി കഴിഞ്ഞ ദിവസം ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു. സൂപ്പറായിരുന്നു. എരിവായിരുന്നോ? നല്ല എരിവുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കാന്താരിയുടെ ഏകദേശമൊക്കെ ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഒരു ഇച്ചിരി തണുപ്പ് വന്നേ ഉള്ളൂ. ഈ വഴുതനയുടെ മമ്മിക്ക് വിഷമമായല്ലേ മമ്മി എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നനച്ച് കൊണ്ടുവരും. പക്ഷെ പൂവാകുമ്പോഴത്തേക്കും ഇതുവരെ ഇതിപ്പോ ആദ്യമായിട്ട് ഞങ്ങൾക്ക് വഴുതന ഉണ്ടായി കിട്ടുന്നത്. അത് കരിഞ്ഞങ്ങ് പോകും. തിളച്ച വെള്ളം ഒഴിക്കുന്ന. അതുപോലെ ഇത് കഴിഞ്ഞ ദിവസം ഒരു 4-5 ഡിഗ്രി വന്നപ്പോഴത്തേക്കും അതിന്റെ ഇലയൊക്കെ വാടി നിൽക്കുന്നുണ്ടോ. പൂക്കളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊക്കെ കായ്ക്കുമെന്ന് തോന്നുന്നില്ല. ഇതിപ്പോ ഉള്ളത് കിട്ടുമായിരിക്കും. പൂത്തത് കിട്ടുമെന്ന് തോന്നുന്നില്ല.
ഇനിയിപ്പം ഒരു മാസം കൂടെ കഷ്ടിച്ചേ ഉള്ളൂ ഇവിടെ, അല്ലെങ്കിൽ തണുപ്പ് വരും. പിന്നെ ഇതാണോ അമ്മയുടെ വളം? ചാണകം, ബ്ലഡ് ആൻഡ് ബോണും ചാണകവും. അമ്മയുടെ മെയിനായിട്ട് മമ്മി ഉപയോഗിക്കുന്നത് ബ്ലഡ് ആൻഡ് ബോണ്, ചാണകം, പിന്നെ അരി കഞ്ഞിവെള്ളം സൂപ്പറാ. അത് കൊറിയക്കാരുടെ ഇതാ, സ്കിൻ ട്രീറ്റ്മെൻറ്റാ കഞ്ഞിവെള്ളം. കൊറിയക്കാർ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ മമ്മി ഇവിടെ ഗാർഡനിൽ ഉപയോഗിക്കും അല്ലേ മമ്മി? പിന്നെ ഈ ചീര പറിച്ച് കളഞ്ഞാലോ? ഇത് പറിച്ച് കളയാനി. ഇഞ്ചി ഉണ്ട് കേട്ടോ. ആ സൈഡിലുള്ള ഇഞ്ചി. അതൊക്കെ കിളുത്ത് വന്നായിരുന്നോ? ഇഞ്ചി ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഒരെണ്ണമൊക്കെ നട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇഞ്ചി രണ്ടുപേരൂടെ പറിച്ചെടുക്കുന്നത്. ഇത് കണ്ടോ, ഇതെന്തോന്നറിയാവോ മമ്മിക്ക്? അറിയാവോ മമ്മി? എന്തുവാ? ഇവിടെ 2 മൂടുണ്ട് സ്വീറ്റ് പൊട്ടറ്റോ. പക്ഷെ അത് ആവത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ കിളുത്ത് വന്നതാ. എന്താ ഫ്രോസ്റ്റ് വരുമ്പോഴത്തേക്ക് അത് പോവും. റാഡിഷിൻ്റെ ലീസ് പോലെയാണ് ഇരിക്കുന്നത്. ഈ ഇഞ്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ 1-2 ഒക്കെ നട്ട് നോക്കിയിട്ട് ഒന്നും പൊടിച്ചു പോലും വന്നിട്ടില്ല. ജസ്റ്റ് മുള വരും, പിന്നെ അത് നശിച്ചു പോവുക ചെയ്യുന്നത്. ഇപ്രാവശ്യമാണ് ഇത് ഇത്രയെങ്കിലും ആയി വന്നത്. ഇപ്പോൾ ഇവിടെ 4-6 മൂട് ഇഞ്ചി കിളുത്ത് വന്നിട്ടുണ്ട്. അറിയത്തില്ല ഇത് കിട്ടുമോയെന്നൊന്നും. ഇനി ഒരു മാസം കൂടെ കഷ്ടിച്ച് ഇനി സീസണുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല വളവും പോട്ടൻസും ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്നത്. നല്ല ഇളക്കമുള്ള മണ്ണാണ്. പിന്നെ മമ്മി വളം കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ചീര, ഇഞ്ചി, ഇവിടെ പൊട്ടറ്റോസ് നിന്നതാ സ്ഥലമായിരുന്നു. അതൊക്കെ ഞങ്ങൾ വിളവെടുത്തായിരുന്നു. ഇവിടെ അല്ലേ മീ? ഇവിടെ എന്നാ മീ നട്ടേക്കുന്നേ? ഇവിടെ അപ്പൂസും അമ്മച്ചിയും കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ 2ഉം കൂടെ പുറത്തോടെ കിടക്കുക. എന്തോ ബീട്രൂട്ടിൻ്റെ അരിയൊക്കെ എടുത്തോണ്ടല്ലേ മീ? അപ്പൂസിന് എന്തേലും നടണം. അങ്ങനെ ഇവിടെ കൊണ്ട് നട്ടിട്ടുണ്ട്. ക്യാരറ്റ് എടുത്ത് ഞാൻ പറഞ്ഞ ബീട്രൂട്ട് തന്നെ ആവട്ടെ, അതാകുമ്പം ഉണ്ടാവുമല്ലേ. അപ്പൊ ഈ ഇതൊക്കെ വളർന്നു വരുന്നതിന്റെ വീഡിയോ വളർന്നു വരുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. ഇനിയിപ്പം വളർന്നു വരുമെന്ന് അറിയത്തില്ല. ബീൻസിന്റെ വിത്തെടുക്കാൻ ഇതൊക്കെ ഉണങ്ങിയത്, മറ്റിയത് പിന്നെ പറിക്കരുത്. ഇതും ബീൻസാ അവിടെ നിൽക്കുന്ന. ഇത് ആദ്യം നട്ട ബീൻസ്. ഈ വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഇവിടെ കളഞ്ഞിട്ട് പോയി. കുറച്ച് ഞാൻ പിന്നെ ഇത് മമ്മിക്ക് അറിയാവോ? മമ്മി ഇത് കഴിഞ്ഞ അങ്ങേ വർഷം വെച്ച വെളുത്തുള്ളിയാ. കഴിഞ്ഞ വർഷം ഇത് എടുത്തില്ലായിരുന്നു. അത് പിന്നെ അവിടെ കിടന്ന് കിളുത്ത് വന്നു. കുറേ ആയി. ഞാൻ ഇവിടുന്ന് കുറച്ചെടുത്ത് ഞാൻ ഇത് പിന്നെ മിക്സിയിൽ ഇതാക്കി വെച്ച് അടിച്ചത് പേസ്റ്റാക്കി. ഇത് പൊളിച്ചാൽ മതിയല്ലേ? അല്ല, കഴുകിയിട്ട് എടുത്തിട്ട് വെച്ചാൽ മതി. ഇവിടെ വെളുത്തുള്ളി ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇവിടെ നിൽക്കുന്ന ബീറ്റ്റൂട്ട്. അപ്പം ഇതിൻ്റെ അപ്പുറത്തായിട്ട് ബീറ്റ്റൂട്ട് ഇപ്പോൾ ഉണ്ട്. പിന്നെ ബ്രോക്കോളി അവിടെ നിൽപ്പുണ്ട്. ബീറ്റ്റൂട്ട് നന്നായിട്ടുണ്ടായില്ല. ബീറ്റ്റൂട്ട് കുഴപ്പമില്ല. ബീറ്റ്റൂട്ട് അങ്ങനെ ഉണ്ടായില്ലായിരുന്നു. ചെറുതായിരുന്നു. അപ്പൂസിന് വിത്തെല്ലാം കൂടെ ഒരുമിച്ചിട്ടതുകൊണ്ടോ എന്തുകൊണ്ടോ ഒക്കെ. അപ്പൂസിന് ഇഷ്ടമല്ലേ ബീറ്റ്റൂട്ട്? ഇവിടെയായിട്ട് ടൊമാറ്റോസ് ചെറി ടൊമാറ്റോസ് മെയിനായിട്ടും 2-3 തരത്തിലുള്ള ഇതുണ്ട്. ഏറ്റവും ചെറിയ തക്കാളി ഉണ്ട്, ഏറ്റവും ചെറിയ ടൊമാറ്റോസ്. പിന്നെ അതിലൊരു ഇച്ചിരി കൂടെ വലുതുണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട്. പിന്നെ നമ്മുടെ സാധാരണ തക്കാളിയുണ്ട്. ഇവിടെ നിൽക്കുന്ന കോണാണ് കേട്ടോ. കോണ് ആയിട്ടില്ല, കുറച്ചുകൂടെ സമയമെടുക്കും. അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു മുകളിലുള്ള ആ ഒരു ഭാഗം നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരുമ്പോഴാണ് അത് എടുക്കുന്നത്. ഇതിപ്പം ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടെ ഉണങ്ങും. കഴിഞ്ഞ വർഷം ഇതിൽ നന്നായിട്ട് വലുതായിട്ട് കിട്ടിയതായിരുന്നു. അതിൻ്റെ തന്നെ വിത്താണ് ചുമ്മാ എടുത്ത് വെച്ചിരുന്നതാണ്. അത് നന്നായിട്ട് ഉണങ്ങിയത്. ആ വിത്ത് ചുമ്മാ അവിടെ കൊണ്ട് ഇട്ടാൽ കിളുക്കുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ എല്ലാം കിളുത്ത് വന്നു. അതിനകത്ത് കുറേയൊക്കെ ഞങ്ങൾ പറിച്ച് കളഞ്ഞായിരുന്നു. പിന്നെ അവിടെ തക്കാളി കയറി വരുന്നതുകൊണ്ട് എല്ലാം കൂടെ അവിടെ ഞെരുങ്ങി നിൽക്കുക. അതുകൊണ്ടായിരിക്കും അത്രയും വലുതാവാത്തത്. ആയിട്ട് ബ്രോക്കോളിനി നിൽപ്പുണ്ട്. ബ്രോക്കോളിനി ഏകദേശം തീർന്നു, പക്ഷേ അതിങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇവിടെ ഈ ബ്രോക്കോളിനിക്കൊക്കെ നല്ല വിലയാണ്. ഒരു ചെറിയൊരു ബഞ്ചിന് $4-5 അപ്പോൾ അതുകൊണ്ട് അപ്പൂസിനും അമ്മൂസിനും ഒക്കെ ഇത് ഇഷ്ടവും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നിർത്തിയേക്ക് ഏകദേശമൊക്കെ തീരാറായി. അതിനെ എടുത്ത് കളയണം. ഇതും കൂടെയൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം മൊത്തം. അപ്പോൾ അത് ചെറുതെല്ലാം വെട്ടിക്കളയണം. ബ്ലാക്ക്ബെറി എല്ലാം തീർന്നു കേട്ടോ.
ബ്ലാക്ക്ബെറി ഇനി 1-2 എണ്ണമൊക്കെ അവിടെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ അപ്പൂസിനും അമ്മൂസിനും ഒക്കെ ഭയങ്കര ഇപ്പം ഇന്നലെ പിന്നെ ഇതാണ്ട് ഇത് വാങ്ങിച്ചു വെച്ച അവിടെ ഒരു ലോഗൻ ബെറി നിൽപ്പുണ്ട്. ബ്ലാക്ക്ബെറി അല്ല, ബ്ലാക്ക്ബെറി അല്ല, എൻ്റെ പേര് ലോഗൻ ബെറിയാ. അത് ബ്ലാക്ക്ബെറിയുടെ ഷേപ്പും റാസ്ബെറിയുടെ കളറും, മറ്റത് തിരിച്ച്. ലോഗൻ ബെറി ബ്ലാക്ക്ബെറിയുടെ ഷേപ്പും മറ്റേ റാസ്ബെറിയുടെ കളറും. ബേസൻ ബെറി ബ്ലാക്ക്ബെറിയുടെ കളറും റാസ്ബെറിയുടെ ഷേപ്പും. ഇത് മാതള നാരകം. അറിയത്തില്ല, അങ്ങനെ എന്തോ വ്യത്യാസം. അത് മാതള നാരങ്ങ. ഇത് കായ്ച്ചില്ലല്ലോ. ഇത് രണ്ടും ഒരുമിച്ച് നട്ടതാ, പക്ഷേ ഇത് കായ്ച്ചില്ല. മറ്റേത് അതിനകത്ത് കുറേ പൂവും വന്നു, ഇതിലൊരു പൂ പോലും വന്നില്ല. തറയെ നട്ടിട്ട് വളമൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും. കുറച്ചിങ്ങനെ കുരുടിക്കുന്നു, ഇല ഇങ്ങനെ കുരുടിയും കൂടെ വരുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇപ്രാവശ്യം മേടിച്ച നെക്ടറിൻ്റെ ചെടിയാണ് കേട്ടോ. അതിൽ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും കായ്ച്ചില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം സ്പ്രിങ്ങിൻ്റെ ആദ്യം ചുവടെ കട്ട് ചെയ്ത ഞങ്ങളുടെ കറിവേപ്പില ഇത് താഴെ നിന്നൊക്കെ കിളുത്ത് പൊട്ടിക്കിളുത്ത് വളർന്നു വരുന്നുണ്ട്. ഇത് മറ്റൊരു കറിവേപ്പില, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നെയാണത്. ഇത് പാഷൻ ഫ്രൂട്ട്, ഇപ്രാവശ്യം ആകപ്പാടെ ഉണ്ടായ ഒരു പാഷൻ ഫ്രൂട്ടാണ്. അത് ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലയിട്ട് നിർത്തി. അതങ്ങോട്ട് വലുതാവൊന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കുന്ന പോലെ തോന്നുക. ഇത് ആപ്രിക്കോട്ടിൻ്റെ ചെടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് നിറച്ച് കായായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം 1-2 കാതിനകത്തൂടെയൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അതൊക്കെ നമ്മുടെ ഇതുവഴി വരുന്ന പോസം കൊണ്ടുപോയി. ഇത് നമ്മുടെ ഇപ്രാവശ്യം കായ്ച്ച മുന്തിരിയാണ്. ഇത് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ മേടിച്ചത്. എന്തായാലും ഇപ്രാവശ്യം അതിനകത്തൊരു 5-6 കൊല ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഏകദേശം ആയി നിൽപ്പുണ്ട്. നല്ല ഭംഗിയില്ല. ഞങ്ങൾ ഇതിപ്രാവശ്യം കായ്ക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അതും നല്ല മധുരമുള്ള മുന്തിരിയാണ്. ആർക്കെങ്കിലും മുന്തിരി മേടിക്കണമെങ്കിൽ ഇത് ഏത് വെറൈറ്റിയാണെന്ന് അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോസ് ഇതുണ്ടായി വരുന്നപ്പോൾ മുതൽ രാവിലെയും വൈകിട്ടും ഇവിടെ വന്നിട്ട് നമുക്കിത് പറിച്ചാലോ എന്ന് ചോദിച്ചപ്പോഴാണ്. ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഞങ്ങളുടെ സിട്രസ് ട്രീസ് ഒക്കെയാണ് നിൽക്കുന്നത്. അതിനകത്ത് ഇത് ലെമൺ എന്ന് വെച്ചാൽ വലിയ നാരങ്ങയാണ്. ഇത് ഓറഞ്ച്, അവിടെ ഒരു ലൈമിൻ്റെ തൈ നിൽപ്പുണ്ട്, അത് ഇപ്രാവശ്യം മേടിച്ചാണ്. ഇത് നമ്മുടെ ഓറഞ്ച്, നാട്ടിലെ ഓറഞ്ച്, ഇവിടെ അതിന് മാൻഡറിൻ എന്ന് പറയും. അതിനകത്ത് നിറച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷേ മറ്റതിലൊക്കെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. ഈ ലൈം മേടിച്ചപ്പോൾ തന്നെ ഈ 2 അതിനകത്ത് ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. ഇനി എവിടെയൊക്കെ ആയിട്ട് ചട്ടിയിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ വഴുതന. ഏത് ബെറ്ററായിട്ട് പിടിക്കുന്നു നോക്കാൻ വേണ്ടി വെച്ചതാണ്, പക്ഷേ തറയെ വെച്ചതാണ് കേട്ടോ നന്നായിട്ട് ഉണ്ടായത്. ചട്ടിയിൽ വെച്ചതിനകത്ത് എന്തോ ഇലയൊക്കെ കുരുടി അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം അവിടെ ചട്ടിയിലായിട്ട് റോസ, പിന്നെ മുളകിൻ്റെ ചെടി, പിന്നെ ഒരു ചട്ടിയിൽ തന്നെ ഒരു ചെറിയുടെ ട്രീയും അവക്കാഡോ, പിന്നെ നമ്മുടെ ആൽമണ്ടിൻ്റെ ഒരു ട്രീയും കൂടെ. ഇത് അവക്കാഡോയുടെ ചെടിയാണ് കേട്ടോ. ഞാൻ കിട്ടുന്ന അവക്കാഡോയുടെ കുരുവെല്ലാം കൊണ്ട് കുത്തി വെച്ചിട്ട് എല്ലാം മുളച്ചു വന്നു. ഇതൊരു 4 വർഷമായ അവക്കാഡോയുടെ ചെടിയാണ്. മമ്മി കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം ഉണ്ടായിരുന്നപ്പോൾ ഇതുകൊണ്ട് മാറ്റി തറയിൽ നട്ടതാണ്. നന്നായിട്ട് വളർന്നു നിൽപ്പുണ്ട്. നമ്മുടെ റാസ്ബെറിയുടെ ചെടി അത് ഇപ്പോൾ 2ാമത് കായ്ക്കാനായിട്ട് നിൽക്കുകയാണ്. ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് റാസ്ബെറീസ് ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രാവശ്യം സ്പ്രിങ്ങിൻ്റെ അവസാനം ഒന്ന് നന്നായിട്ട് കായ്ച്ചതാണ്. അതായത് നമ്മുടെ സമ്മർ തുടങ്ങിയ സമയത്തൊക്കെ ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ സമ്മർ തീരുന്ന സമയത്തും അത് കായ്ക്കുന്നുണ്ട്. അവിടെ എല്ലാം മത്തൻ്റെ വള്ളി പടർന്ന് നിൽക്കുകയാണ്. അതിനകത്തെല്ലാം മത്തങ്ങയുണ്ട് കേട്ടോ. ചെറിയ മത്തങ്ങ ഉണ്ടായി നിൽപ്പുണ്ട് എല്ലാത്തിലും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ചെറിയ ഒരു ഗാർഡൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ഈ കൃഷിയും ചെറിയൊരു ഗാർഡനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. തുപ്പുള്ളോ?